നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭൗതിക മുഖമായും അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് ടി.ജി. മോഹൻദാസിൻ്റേത്. മാധ്യമ വിചാരണകളിൽ എതിരാളികളെ വാഗ്ധോരണി കൊണ്ട് നേരിടാനും സ്വന്തം പ്രത്യയശാസ്ത്ര നിലപാടുകളിൽ ഉറച്ചുനിന്ന് വാദഗതികൾ നിരത്താനും മിടുക്കനായ ഇയാൾ അടുത്തിടെ നടത്തിയ അങ്ങേയറ്റം വിവാദപരമായ പ്രസ്താവനകളുടെ പേരിൽ ഒടുവിൽ പോലീസ് നടപടി നേരിടുകയാണ്. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ജെൻസി സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ തയ്യാറാക്കിയപ്പോൾ അതിൽ നടത്തിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് നടപടി ക്ഷണിച്ചു വരുത്തിയത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്ന വിവാദ പരാമർശമാണ് ഇപ്പോഴത്തെ കേസിനും അറസ്റ്റിനുമൊക്കെ വഴിവെച്ചത്. ഇതാദ്യമായിട്ടല്ല വാവിട്ട വാക്കുകൾ കൊണ്ട് ടി.ജി. മോഹൻദാസ് വിവാദത്തിൽ ചാടുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ചെറുപ്പകാലം മുതൽ RSS ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ടി.ജി. മോഹൻദാസിൻ്റെ ജനനവും ബാല്യകാലവും. കേവലം ഒരു രാഷ്ട്രീയ വക്താവ് എന്നതിനപ്പുറം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യക്തിത്വം കൂടിയാണ് ഇയാൾ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് ബിരുദവും എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കിയ ശേഷമാണ് അദ്ദേഹം പൊതുമണ്ഡലങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയത്. എഞ്ചിനീയറും അഭിഭാഷകനുമായ ഒരു പ്രൊഫഷണൽ പശ്ചാത്തലത്തിൽ നിന്നും പൂർണ്ണമായും രാഷ്ട്രീയ സാമൂഹ്യ ചിന്തകളിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ഇയാൾ. ബാല്യകാലം മുതൽക്കേ RSS പ്രസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തിപ്പോന്ന മോഹൻദാസ് പിൽക്കാലത്ത് സംഘപരിവാറിന്റെ കേരളത്തിലെ പ്രത്യയശാസ്ത്ര രൂപീകരണത്തിലും ആശയപ്രചാരണത്തിലും നിർണായക പങ്കാണ് വഹിച്ചത്. BJP സംസ്ഥാന ബൗദ്ധിക സെല്ലിന്റെ കൺവീനറായി ദീർഘകാലം പ്രവർത്തിച്ച ഇയാൾ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. കൂടാതെ സംഘപരിവാർ മുഖപത്രമായ ജന്മഭൂമി ദിനപത്രത്തിന്റെ ജനറൽ മാനേജർ സ്ഥാനവും അലങ്കരിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രസ്ഥാനത്തിനുള്ളിൽ വിവിധ തലങ്ങളിൽ ഇയാൾ സജീവമായിരുന്നു. മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വാർത്താ ചാനലുകളിലും സന്ധ്യാസമയത്തെ പ്രൈം ടൈം ചർച്ചകളിലെയും പതിവ് മുഖമായിരുന്നു ടി.ജി. മോഹൻദാസ്. ഏത് കടുത്ത ചോദ്യങ്ങളെയും രൂക്ഷമായ ഉപമകളും എതിർവാദങ്ങളും ഉന്നയിച്ച് നേരിടുന്ന ശൈലിയായിരുന്നു ഇയാളുടേത്. ജനം TV-യിൽ ഇയാൾ അവതരിപ്പിച്ചിരുന്ന പൊളിച്ചെഴുത്ത് എന്ന സായാഹ്ന രാഷ്ട്രീയ വിശകലന പരിപാടിയിലൂടെ വലിയൊരു വിഭാഗം വലതുപക്ഷ അനുഭാവികളുടെ പ്രിയങ്കരനായി മാറാനും സാധിച്ചു. എന്നാൽ ഇയാളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും സഹിഷ്ണുതയുടെയും ആശയപ്രചാരണത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ച് കടുത്ത വിദ്വേഷ പ്രചാരണങ്ങളിലേക്ക് വഴിമാറാൻ തുടങ്ങി. കേരളത്തിലെ വിരുദ്ധ രാഷ്ട്രീയ ചേരികളെയും ഇടതുപക്ഷ മതേതര ചിന്താഗതിക്കാരെയും വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത് നിരന്തര വിമർശനങ്ങൾക്കിടയാക്കി. വിവാദങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് ടി.ജി. മോഹൻദാസിന്റെ പൊതുജീവിതത്തിൽ. BJP-CPM സഖ്യ സാധ്യതയെക്കുറിച്ച് സംഘപരിവാർ വാരികയായ കേസരിയിൽ എഴുതിയ ലേഖനം മുൻപ് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരുന്നു. പലപ്പോഴും സ്വന്തം താല്പര്യം സംഘ താല്പര്യത്തിന് മുകളിൽ പറഞ്ഞതിനും അദ്ദേഹം വിവാദത്തിലായി. എന്നാൽ ആർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയെക്കുറിച്ച് മോഹൻദാസ് നടത്തിയ പ്രസ്താവന വലിയ രീതിയിലുള്ള മതസ്പർദ്ധയ്ക്കാണ് വഴിവെച്ചത്. ആർത്തുങ്കൽ പള്ളി മുൻപ് ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്നും ക്രിസ്ത്യാനികൾ അത് പള്ളിയാക്കി മാറ്റുകയായിരുന്നുവെന്നുമായിരുന്നു അദ്ദേഹം അഭിപ്രായമായി പറഞ്ഞത്. പള്ളി ഉദ്ഖനനം നടത്തിയാൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാമെന്നും ഈ ക്ഷേത്രം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി ഹിന്ദുക്കൾ നടത്തേണ്ടതെന്നും ടി.ജി. മോഹൻദാസ് പറഞ്ഞു. ഇത് അക്കാലത്ത് വലിയ വിവാദമുണ്ടാക്കി. ഈ ട്വീറ്റ് പുറത്തു വന്നതോടെ കടുത്ത അമർഷം പൊതുസമൂഹത്തിൽ ഉയർന്നു. മാരാരിക്കുളം പോലീസ് കേസെടുക്കുകയും ആർത്തുങ്കൽ പള്ളിക്ക് പ്രത്യേക പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്ന്. വിശുദ്ധ സെബാസ്റ്റ്യന്റെ പേരിൽ പ്രസിദ്ധമായ ആർത്തുങ്കൽ പള്ളിയും ശബരിമല അയ്യപ്പനും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള മതസൗഹാർദ്ദ ഐതിഹ്യങ്ങളെ തകർക്കുന്ന തരത്തിലായിരുന്നു ടി.ജിയുടെ വാദങ്ങൾ. കോടതികളെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ കലാപം നടത്തുവാൻ ആഹ്വാനം ചെയ്തതും വലിയ വിവാദമായിരുന്നു. പറവൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ടി.ജിയുടെ പ്രകോപനപരമായ പ്രസംഗമുണ്ടായത്. കോടതിയിൽ തിണ്ണം നിരങ്ങിയത് കൊണ്ട് ഹിന്ദുവിന് നീതി ലഭിക്കില്ലെന്നും തെരുവിൽ കലാപമുണ്ടാക്കിയാൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂ എന്നുമായിരുന്നു ടി.ജിയുടെ പരാമർശം. 1982 കെ കരുണാകരനെ ഭയപ്പെടുത്തിയതുപോലെ ശക്തി കാണിക്കണമെന്നും അന്തസ്സില്ലാത്ത ജീവിതത്തെക്കാൾ ഭേദം സ്വയം മരണം ഏറ്റുവാങ്ങിയ വേലുത്തമ്പിയെ പോലെ ചത്തുപോകുന്നതോ പരസ്പരം വെട്ടിമരിക്കുന്നതോ ആണെന്നും ഇയാൾ പ്രസംഗത്തിൽ പറഞ്ഞു. നിയമവാഴ്ചയെ പരസ്യമായി ധിക്കരിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു.